ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് എന്താ സംഭവിച്ചെന്നോ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോന്നോ ചോദിക്കാതെ എല്ലാം സ്വയം തീരുമാനിച്ച് വഴക്ക് പറയാൻ വേണ്ടി മാത്രം കയറി വന്നതാണെങ്കിൽ അത് വേണ്ട. എന്നെ വഴക്ക് പറയാനും ഗുണദോഷിക്കാനും നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. ഇറങ്ങി പോവാൻ. പൂർണിമേ, ആ താര പറഞ്ഞ കേട്ടില്ലേ, അവളുടെ കൈ തെളിവുണ്ടെന്ന്. അവളോട് പറഞ്ഞതേ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. എന്റെ അനിയത്തി ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും അവൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളെ പല്ലവിയുടെ ഭാവി എന്താവും പൂർണിമേ? പല്ലവി ഒന്നും ചെയ്യില്ല. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. ഞാനിപ്പോ വരാം. എക്സ്ക്യൂസ് മീ മാഡം. ആഹാ, നീയാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ശോ, പാവം. നിനക്ക് എന്തിന്റെ കേടാ? എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാനൊരു കാര്യം പറയാം. എത്രയും പെട്ടെന്ന് നീയും നിന്റെ ഭർത്താവും ഇവിടുന്ന് രക്ഷപ്പെട്ടോ. ഈ കുടുംബത്തിന്റെ നാശം ആരംഭിച്ചു കഴിഞ്ഞു. വെറുതെ ഇവിടെ പെട്ടുപോണ്ട. ഒന്നാമതേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതേയുള്ളൂ. വെറുതെ ജീവിതം നശിക്കാതെ നിങ്ങളും സൂക്ഷിച്ചോ. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തന്നാ നിങ്ങൾ കേൾക്കൂ. എന്താ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? ബഹുമാനമൊക്കെ പോയോ? ബഹുമാനം എന്നത് നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ഒരാള് തരുന്നതാ, അല്ലാതെ ചോദിച്ചു വാങ്ങേണ്ടതല്ല. നീയൊന്നും ബഹുമാനം അർഹിക്കുന്നില്ല. എന്താ നോക്കുന്നേ? വെറുതെ ഈ കുടുംബത്തെ നാണം കെടുത്തും പെരുവഴിയിൽ നിർത്തുന്നൊന്നും പറയാതെ ഞാൻ ജീവനോടെ ഇരിക്കുന്നത് വരെ അത് നടക്കില്ല. ഓഹോ, അങ്ങനെയാണോ? അതെ. നീ ആരാന്നാ സ്വയം കരുതിയിരിക്കുന്നേ? ദൈവമാണെന്നോ? ഒരാളെ നശിപ്പിക്കണമെങ്കിലും സംരക്ഷിക്കണമെങ്കിലും ഈശ്വരൻ വിചാരിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ കുടുംബത്തെ നശിപ്പിക്കണമെന്ന് കരുതി നോമ്പ് നോറ്റ് നടക്കുന്നവരെ കൊണ്ട് ആരെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ മുന്നിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ പൂർണിമ തന്നെ പുഴുവിന് സമമാണ്. അപ്പോഴാ അവളുടെ വീട്ടിലെ എച്ചില് തിന്ന് കഴിയുന്ന നീ. ആളാരാണെന്ന് മനസ്സിലാക്കി സംസാരിക്കേ, അല്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ ഞാൻ നശിപ്പിച്ചു കളയും. ഇത്തരം ഭീഷണികളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ. അതുകൊണ്ട് അതിവിടെ നടക്കില്ല. വെറുതെ നിന്ന് കാല് വേദനിപ്പിക്കാതെ പോവാൻ നോക്ക്. ഈ നിമിഷം മുതൽ നിന്റെ നാശവും തുടങ്ങിക്കഴിഞ്ഞു. അയ്യോ, എനിക്ക് പേടിയാവുന്നു മാഡം. എന്നെ ഒന്നും ചെയ്യല്ല മാഡം. ഓടി. നീ കരുതിയിരുന്നോ? എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ എന്തിനാണ് ഇവിടെ നിന്ന് മോങ്ങുന്നേ? നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു തെറ്റ് സംഭവിക്കുമെന്ന് ഞങ്ങൾ കരുതിയതേ ഇല്ല. ഇനി നമ്മൾ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കൂടി? എനിക്കറിയില്ല. ഇങ്ങനത്തെ മക്കൾ ഉണ്ടാവുന്നതിന് നല്ലത് ഒന്നും ഇല്ലാതിരിക്കുന്നതാ. ഒന്നേ ഉള്ളൂ എന്ന് കരുതി ആവശ്യത്തിലധികം കൊഞ്ചിച്ചു. അതിന്റെ കുഴപ്പമായിരിക്കുന്നത്. എന്തിനാണ് പിന്നെ ഇരുന്ന് കരയുന്നത്?
ദേ, ഇനി ഇവിടെ നിന്നാ ഇവിടെ ഞാൻ തല്ലി കൊല്ലും. ഹോ, നാശം. കരയിലടി. ആരും എന്താ എന്നെ മനസ്സിലാക്കാത്തത്? അച്ഛനും അമ്മയും പോലും വെറുതെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ എന്താ സംഭവിച്ചെന്ന് പോലും ചോദിക്കുന്നില്ലല്ലോ. പാവം പൂർണിമ ചേച്ചി ചേച്ചി മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ആ തെറ്റെന്റെ കയ്യിൽ നിന്ന് തന്നെ സംഭവിച്ചത്. അതെനിക്ക് ചേച്ചിയോട് പറയാൻ പോലും പറ്റിയില്ലല്ലോ. എനിക്ക് വേണ്ടി ചേച്ചി ഇത്രമാത്രം വിഷമിക്കുന്നു. പല്ലവി, നീ എന്തൊക്കെയാ ഒപ്പിച്ചു വെച്ചിരിക്കുന്നേ? നിന്ന് മോയിക്കൊണ്ടിരിക്കുന്നത് പറയാനുള്ള പറയടി. പറയാൻ പറഞ്ഞിട്ട് ആദ്യം നിന്നെ ഈ കരച്ചിലൊന്നും നിർത്ത്. വേണ്ടാത്ത എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് കണ്ണീരൊഴുക്കി അഭിനയിക്കുന്നോടി. അങ്ങനൊന്നും പറയില്ല പൃഥ്വിയേട്ടാ. ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. പിന്നെ നീ ഒന്ന് ചെയ്യാതിരുന്നിട്ടാണോ പോലീസുകാർ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നേ? ഛേ, ആ താര വരെ വന്ന് നമ്മളെ അപമാനിച്ചു. വെറുതെ എന്നെ വഴക്ക് പറയണ്ട. ഞാൻ ആകെ തകർന്നു നിൽക്കുക. അത് ശരി, ഓരോന്ന് ഒപ്പിച്ചു വെച്ച് കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയിട്ട് അത് ചോദിച്ചതിന് എനിക്കാണോ തെറ്റ്? നിന്നൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ സമ്മതിച്ചതാ തെറ്റായി പോയത്. പഠിക്കാൻ വിട്ട പഠിക്കണോടി, അല്ലാതെ പാർട്ടി പബ് പാർക്ക് എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നതുണ്ടല്ലോ. ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. നിർത്ത. എനിക്കെന്താ സംഭവിച്ചെന്നോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ചോദിക്കാതെ എല്ലാം സ്വയം തീരുമാനിച്ച് വഴക്ക് പറയാൻ വേണ്ടി മാത്രം കയറി വന്നതാണെങ്കിൽ അത് വേണ്ട. എന്നെ വഴക്ക് പറയാനും ഗുണദോഷിക്കാനും നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. എന്നെക്കാൾ കൂടുതൽ പാർട്ടിയും പബ്ബും ഒക്കെ ആയിട്ട് നടന്നത് ആരാന്നറിയാലോ. ഒരു പ്രശ്നം വന്നാ കുറ്റപ്പെടുത്താനല്ലാതെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനോ കൂടെ നിർത്താനോ നിങ്ങൾക്ക് അറിയാവോ? സൗകര്യമില്ല. ഞാൻ പറയും, ഈ വീട്ടിലെന്താ നിങ്ങൾക്കൊരു നിയമവും എനിക്കൊരു നിയമവും എന്ന അവസ്ഥയുണ്ടോ? വെറുതെ എന്നെ ടെൻഷനാക്കാതെ ഇറങ്ങിപ്പോ. എല്ലാരും നാണം കെടുത്തിട്ട് ഇരുന്ന് പ്രസംഗിക്കുന്നോടി. ഞാൻ പറയും. ഇനിയൊരു അക്ഷരം വേണ്ടിയാ നിന്റെ പല്ല് ഞാൻ അടിച്ച് താഴെയിടും. ഇന്ന് എന്റെ തല്ല് 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 കൊല്ല്. എന്താണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? നിന്നെ